الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا وأشهد أن لا إله إلا الله وحده لا شريك له إقرارا به وتوحيدا وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه وسلم تسليما مزيدا أما بعد. ഇമാം ഇബ്നു ബത്തൂഹ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഇബാനയിൽ ഇബ്നു ശിഹാബ് സുഹരി റഹിമഹുല്ലാഹിൽ നിന്ന് റിവായത്ത് ചെയ്തിട്ടുള്ള വളരെ സുപ്രധാനമായ വളരെ മഹത്തായ ഒരു അസറുണ്ട്. ആ വാക്കുകൾ ഇബ്നു ശിഹാബ് അസ്സുഹരി റഹിമഹുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയിൽ നിന്നും റിവായത്ത് ചെയ്തിട്ടുള്ള ചില റിവായത്തുകൾ ഇബ്നു ബത്തയും ലാലക്കായിയും അങ്ങനെ തുടങ്ങി പല മുഹദ്ദിസീങ്ങളും അവരുടെ ദവാബീനുകളിൽ രേഖപ്പെടുത്തുന്നത് കാണാം. അതുപോലെ ഇബ്നു അബ്ബാസിൽ നിന്ന് മർഫൂആയും ആ റിവായത്തുണ്ട്, പക്ഷെ അത് ദഈഫത്വമാണ്. ഏറ്റവും സ്വഹീഹായി വന്നിട്ടുള്ളത് ഇബ്നു ശിഹാബ് സുഹരി റഹ്മഹുല്ലാഹിൽ നിന്നുള്ള റിവായത്താണ്. അദ്ദേഹം പറയുന്നത് അൽ ഖദറു നിളാമു തൗഹീദ്, അൽ ഖദറു നിളാമു തൗഹീദ്. ഖദർ എന്നത്, ഖദറിലുള്ള ഈമാൻ, അത് തൗഹീദിന്റെ നിളാമാണ്. തൗഹീദിന്റെ അടിസ്ഥാന വ്യവസ്ഥ, തൗഹീദിന്റെ സിസ്റ്റം നിലനിൽക്കുന്നത് ഖദറിലുള്ള ഈമാനിലാണ്. അത് നേരെയായെങ്കിലേ തൗഹീദ് നേരെയാകും. തൗഹീദിനെ നിയന്ത്രിക്കുന്ന അതിന്റെ നിളാമാണ് ഖദറിലുള്ള ഈമാൻ. എന്നിട്ട് തുടർന്നുകൊണ്ട് പറഞ്ഞു, ഫമൻ വഹദല്ലാഹ്, ആരാണോ അല്ലാഹുവിനെ ഏകത്വപ്പെടുത്തുന്നത്, ഇബാദത്തുകൾ അല്ലാഹുവിന് മാത്രം നൽകുന്നത്, അല്ലാഹുവിന്റെ ഏകത്വം അംഗീകരിക്കുന്നത്, വലം യുഅ്മിൻ ബിൽ ഖദർ, പക്ഷേ ഖദറിലുള്ള ഈമാൻ നേരെയായിട്ടില്ലെങ്കിൽ, തൗഹീദ് നേരെയായി ഖദറിലുള്ള ഈമാൻ നേരെയായിട്ടില്ല, അങ്ങനെ ഒരു തൗഹീദില്ല. അങ്ങനെ ഒരു തൗഹീദില്ല. ഫമൻ വഹദല്ലാഹ് വലം യുഅ്മിൻ ബിൽ ഖദർ കാന കുഫ്റുഹു ബിൽ ഖദരി നഖ്ദൻ ലിത്തൗഹീദ്. ഖദറിനെ അവൻ നിഷേധിക്കുന്നു എന്നുള്ളത് തൗഹീദിനെ തന്നെ പൊളിച്ചു കളയുന്നതാണ്, തൗഹീദിനെ തകർക്കുന്നതാണ്. വമൻ വഹദ വആമന ബിൽ ഖദർ, ആരാണോ അല്ലാഹുവിന്റെ ഏകത്വം അംഗീകരിക്കുകയും ഖദറിൽ ഈമാൻ ഉൾക്കൊള്ളുകയും ചെയ്യുന്നത്, കാനത്ത് ഉർവത്തുൻ ലം ഫിസ്സാമ ലഹാ, അതാണ് ഉർവ, അല്ലാഹുവിലേക്കുള്ള നമ്മുടെ ബന്ധം, അല്ലാഹുമായുള്ള നമ്മുടെ ബന്ധത്തിന്റെ ആ പാശം, ആ കയർ, ലം ഫിസ്സാമ ലഹാ, അതിന് യാതൊരു നിലക്കുള്ള വിള്ളലോ പൊട്ടലോ തകർച്ചയോ ഉണ്ടാവുകയുമില്ല. ഈ കാര്യം അള്ളാഹുവിന്റെ കിതാബിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും സ്വഹാബത്തിന്റെ ആസാറുകളിലും
ആവർത്തിച്ചാവർത്തിച്ചു വന്നിട്ടുള്ള മഅനയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത് മർഫൂആയിട്ട് സ്ഥിരപ്പെട്ട കാര്യം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇതിലടങ്ങിയിരിക്കുന്ന ആശയം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ നിരന്തരമായി ഉണർത്താറുള്ളതും അന്ന് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിന്റെ അവസാന കാലത്ത് ബസ്റയിൽ ഖദരികൾ, അള്ളാഹുവിന്റെ ഖദറിനെ നിഷേധിക്കുന്ന ആളുകൾ രംഗത്ത് വന്നപ്പോൾ അതിനെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്ന ആളുമാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ. ആ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയിൽ നിന്ന് ദീൻ കേട്ടു പഠിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഇബ്നു ശിഹാബ് സുഹരി റഹിമഹുല്ലാ. അദ്ദേഹം ആ കാര്യം ആ വാക്കുകളിൽ ഒന്ന് പറഞ്ഞു തന്നു എന്ന് മാത്രം. അൽ ഖദറു നിളാമു തൗഹീദ്, അൽ ഖദറു നിളാമു തൗഹീദ്, ഇത് ഇസ്ലാം ദീനിന്റെ അടിസ്ഥാന കാര്യമാണ്. തൗഹീദിന്റെ നിളാമാണ് ഖദർ, ഖദറിലുള്ള ഈമാൻ. എന്താണ് ഖദറിലുള്ള ഈമാൻ? 4 മറാത്തിബുകളിലാണ് അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് ആ കാര്യം ഉലമാക്കൾ വിസ്തരിച്ചു പറഞ്ഞു തന്നിട്ടുള്ളത്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനാദിയായ അനന്തമായ അറിവ്, എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അള്ളാഹു അറിയുന്നു. അവന്റെ അറിവിൽ മുൻകടന്നിട്ടുള്ളതല്ലാത്ത ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല, പുലരുന്നില്ല. എല്ലാം അള്ളാഹുവിനറിയാവുന്നതാണ്. അള്ളാഹുവിന്റെ അറിവിൽ മുൻകടന്നത് മാത്രമേ നടക്കുന്നുള്ളൂ. സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അറിവിൽ മുൻകടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം സൃഷ്ടിക്കുന്നതിന് മുൻപേ, ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുൻപേ, ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന് മുൻപും 50,000 വർഷങ്ങൾക്ക് മുൻപേ ഒരു രേഖയിൽ ലൗഹുൽ മഹ്ഫൂദിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ രേഖപ്പെടുത്തി വെച്ചതിനനുസരിച്ചു മാത്രമേ കാര്യങ്ങൾ സംഭവിക്കുന്നുള്ളൂ. അതിൽ നിന്നൊന്നും കുറയാനും കൂടാനും പോകുന്നില്ല. ഒരൽപ്പം പോലും വ്യത്യാസം വരുന്നില്ല. ഇന്നല്ലാഹ കതബ മഖാദീറൽ മഖാദീറൽ ഖലായിഖ്, സൃഷ്ടികളുടെ മഖാദീറുകളെല്ലാം, പടപ്പുകൾക്ക് സംഭവിക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ഖബല അൻ യഖ്ലുഖസ് സമാവാതി വൽ അർദ് ബി50,000 സന. ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിനും 50,000 വർഷങ്ങൾക്ക് മുൻപേ അള്ളാഹുവിന്റെ അടുക്കൽ അത് രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന ദാലിക ഫീ കിതാബ് ഇന്ന ദാലിക അലല്ലാഹി യസീർ. എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സസൂക്ഷ്മം അറിയുന്നവനാണ്. ആ കാര്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഇന്ന ദാലിക ഫീ കിതാബ്, അത് കൃത്യമായ ഒരു രേഖയിൽ ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഇന്ന ദാലിക അലല്ലാഹി യസീർ, അള്ളാഹുവിനെ സംബന്ധിച്ച് അത് വളരെ ലളിതമാണ്, ഒരു പ്രയാസമില്ലാത്ത കാര്യം. മൂന്നാമത്തേത് അള്ളാഹുവിന്റെ മശീഅത്തിലുള്ള ഈമാനാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അള്ളാഹു ഉദ്ദേശിക്കാത്ത ഒന്നും ഇവിടെ നടക്കുന്നില്ല. ഖൈറും ഷർറും അള്ളാന്റെ കയ്യിലാണ്. നമുക്ക് ഖൈറ് ഷർറ് എന്ന് തോന്നുന്ന കാര്യങ്ങളല്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സൃഷ്ടികളിൽ എല്ലാം ഖൈറു മാത്രമാണ്. നമുക്ക് ചിലത് ഗുണമെന്നും ചിലത് ദോഷമെന്നും നമ്മളെ ബാധിക്കുന്ന വിഷയം മാത്രമാണ്. എല്ലാ കാര്യങ്ങളും അള്ളാഹു സൃഷ്ടിക്കുന്നത് അവന്റെ ഉദ്ദേശപ്രകാരം മാത്രമാണ്. സൃഷ്ടിലോകത്തത് പുലരാൻ അള്ളാഹുവിന്റെ ഉദ്ദേശം തന്നെ വേണം. അള്ളാഹു ഉദ്ദേശിക്കാത്ത ഒന്നും ഇവിടെ നടക്കുന്നില്ല. ആ മശീഅത്തിലുള്ള ഈമാൻ. നാലാമത്തെ ഘട്ടം
സൃഷ്ടിലോകത്ത് അത് പുലരുന്നത്, ഖൽഖായി സൃഷ്ടിയായി പുലരുന്നത് എല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ, നിങ്ങളും നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. അല്ലാഹുവിന്റെ അനുമതി പ്രകാരം അവൻ സൃഷ്ടിക്കുന്നതല്ലാത്ത ഒന്നും ലോകത്തുണ്ടാകുന്നില്ല. ഈ കാര്യങ്ങളിൽ, ഈ 4 മറാത്തിബുകളിൽ കൃത്യമായി കാലുറപ്പിക്കുന്ന ഒരാൾക്ക് അവന്റെ തൗഹീദ് നേരെയാവുകയുള്ളൂ. അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാനും അല്ലാഹുവിൽ മാത്രം കാര്യങ്ങൾ തവക്കുൽ ചെയ്യാനും സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിതത്തിൽ മുന്നോട്ടു പോകാനും ഒരാൾക്ക് കഴിയണമെങ്കിൽ ഖദറിലുള്ള ഈമാൻ നേരെയാകണം. അല്ലാഹ് ഉദ്ദേശിക്കാത്ത ഒന്നും സംഭവിക്കുന്നില്ല. ഖദറിൽ ഈമാൻ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ പിൻവലിക്കലോ പിടിച്ചു നിന്ന് പോകലോ ഒന്നുമില്ല. ഒരാൾ നിന്നുപോയി, സ്റ്റോപ്പായിപ്പോയി, മുന്നോട്ടു പോകാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ കഴിഞ്ഞു പോയതിന്മേൽ സ്റ്റക്കായി നിൽക്കുന്നൊരവസ്ഥ, ദുഃഖങ്ങളും പ്രയാസങ്ങളും അതിന്മേൽ പിടിച്ചു നിന്ന് പോകുന്നൊരവസ്ഥ, അങ്ങനില്ല. കാര്യങ്ങളിൽ എപ്പോഴും മുന്നോട്ടു പോകാൻ അള്ളാഹു തന്നിട്ടുള്ള ഈ ആയുസ് അതിന്റെ അവസാനത്തെ നിമിഷം വരെ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാനുള്ളതാണ്. അതിനാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹുവിനുള്ള ഉബൂദിയത്തിന്റെ സാക്ഷാത്കാരം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഓരോ വാക്കിലും ഓരോ പ്രവൃത്തിയിലും, ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ അതിൽ മുന്നോട്ടു പോകാൻ നല്ല ശക്തമായ ഇളകാത്ത ആ ഉർവത്തുൽ വുസ്ഖ, അതിന്മേൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കരുത്ത് നൽകുന്നതാണ് ഖദറിലുള്ള ഈമാൻ. ഖദറിൽ ഈമാനുള്ളവൻ കരുത്തനായിരിക്കും. അൽ മുഅ്മിനുൽ ഖവി ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹ് മിനൽ മുഅ്മിനിദ് ദഈഫ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതുകൊണ്ടാണ്. അൽ മുഅ്മിൻ അൽ ഖവി, കരുത്തനായ മുഅ്മിൻ. ഈമാനിന്റെ കരുത്ത് ഖദറിലുള്ള ഈമാനിലാണ്. ആ കരുത്ത് എത്രത്തോളം ഉണ്ടോ അത് ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാവും. എത്രത്തോളം കരുത്തനാണ് അത്രത്തോളം അല്ലാഹുവിന് പ്രിയപ്പെട്ടവനായിരിക്കും അവൻ. മിനൽ മുഅ്മിനിദ് ദഈഫ്, മുഅ്മിനാണ്, ദുർബലനാണ് ഈ കരുത്തില്ലാത്തവനേക്കാളും. ഫീ കുല്ലിൻ ഖൈർ, ഈമാനുണ്ട് എന്നുള്ള, ഈമാൻ എന്നത് ഖൈറാണ്. ഈമാനുള്ളവരൊക്കെയും ഖൈറിലാണ്. പക്ഷെ അതിന്റെ ഏറ്റ വ്യത്യാസമുണ്ട്. ആ ഏറ്റ വ്യത്യാസം ഈ കരുത്തിലാണ്. എത്രത്തോളം നമ്മൾ ഈമാൻ കൊണ്ട് കരുത്താർജിക്കുന്നുവോ അത്രത്തോളം അല്ലാഹുവിന്റെ അടുക്കൽ പ്രിയപ്പെട്ടവനായിരിക്കും. തൗഹീദും ഖദറും തമ്മിലുള്ള ബന്ധം അതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ ഗ്രാഫ് നമുക്ക് വരച്ചു കാണിച്ചു തന്നു. എങ്ങനെയാണ് നമ്മൾ പോകേണ്ടത്? ഇഹ്റിസ് അലാ മാ യൻഫഉക വസ്തഇൻ ബില്ലാഹ് വലാ തഅജസ്. ഇഹ്റിസ് അലാ മാ യൻഫഉക, നിനക്ക് ഉപകാരമുള്ളതെന്തോ, ഉപകാരമാണോ ഉപദ്രവമാണോ എന്നുള്ളത് അത് കാര്യം ആദ്യം പഠിച്ചു മനസ്സിലാക്കണം. നിനക്ക് ഉപകാരമുള്ള കാര്യമാണോ, ദീനിലും ദുനിയാവിലും ഉപകാരമുള്ള കാര്യങ്ങൾക്ക് നീ ഹിർസ് കാണിക്കണം. അതിന്മേലായിരിക്കണം നിന്റെ താല്പര്യം മുഴുവനും, നിന്റെ ശ്രദ്ധ മുഴുവനും. ഉപകാരമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി കളയാനുള്ളതല്ല നിന്റെ ആയുസ്. നിനക്ക് പരലോകത്ത് ഉപകരിക്കുന്ന കാര്യത്തിന്, അതിന് നീ ഹിർസ് കാണിച്ചു കൊള്ളുക. അതിന്മേലായിരിക്കണം നിന്റെ താല്പര്യം, അതിനു വേണ്ടിയായിരിക്കണം നീ പണിയെടുക്കേണ്ടത്. അതാണ് ഹിർസ്. അലാ മാ യൻഫഉക, നിനക്ക് ഉപകാരമുള്ളതിന്. വസ്തഇൻ ബില്ലാഹ്, നിന്റെ പണി, നിന്റെ താല്പര്യം. എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ പറ്റൂല. താല്പര്യമുള്ള എത്രയോ കാര്യങ്ങളിൽ ഒരു ചെറുവിരൽ അനക്കാൻ കഴിയാത്തവരാണ് നമ്മളിൽ പലരും. താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ ഇറങ്ങി പുറപ്പെട്ടതുകൊണ്ട് അവിടെ എത്തുന്നില്ല. എന്തൊക്കെയായിട്ടും അതിലേക്ക് എത്തുന്നില്ല. വീണ്ടും വീണ്ടും തകർന്ന് പോവുകയാണ്. നിന്റെ കഴിവ് കൊണ്ടോ നിന്റെ അറിവ് കൊണ്ടോ നേടിയെടുക്കാൻ കഴിയുന്നതല്ല. വസ്തഇൻ ബില്ലാഹ്, നീ അല്ലാഹുവിന്റെ സഹായം തേടിക്കോ. അതാണ് തൗഹീദ്. വസ്തഇൻ ബില്ലാഹ്,
അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം. ഇബാദത്തുകൾ പൂർത്തീകരിക്കാൻ അള്ളാഹുവിന്റെ സഹായം തന്നെ വേണം. അതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഫസ്തഈൻ ബില്ലാഹ് വലാ തഅ്ജസ്. നീ ഒരിക്കലും കുഴങ്ങിപ്പോകരുത്, അശക്തനാകരുത്, കഴിവുകെട്ടവനാകരുത്. ഒരിക്കലും നീ തളരരുത് നീ. വലാ തഅ്ജസ്. ഈ തളർച്ച, ഭൂതകാലത്ത് ഓർത്തുകൊണ്ട് തളർന്നു പോകുന്നവരുണ്ട്. കഴിഞ്ഞുപോയ ദുഃഖങ്ങളും പേറി തളർന്നിരിക്കുന്നവർ, മുന്നോട്ട് പോകാൻ കഴിയാത്തവർ. അങ്ങനൊരു പരിപാടി ഒരു മുഅ്മിന്റെ ജീവിതത്തിലില്ല. കഴിഞ്ഞത് കഴിഞ്ഞതാണ്, അവിടെ കഴിഞ്ഞു. കഴിഞ്ഞതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാന്നല്ലാതെ കഴിഞ്ഞു പോയതിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണോ അതും ഓർത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ദുഃഖങ്ങളുമായി മുന്നോട്ട് പോകുന്നൊരു പരിപാടി ഒരു മുഅ്മിനില്ല. കഴിഞ്ഞത് അത് അള്ളാഹുവിന്റെ ഖദറിൽ കഴിഞ്ഞു പോയതാണ്. അതിൽ നിന്ന് തനിക്കെടുക്കാനുള്ളത് എന്താണ്? തന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള പാളിച്ചകളാണെങ്കിൽ തൗബയും ഇസ്തിഗ്ഫാറുമായി മുന്നോട്ട് പോകണം. തനിക്ക് ദുനിയാവിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ വല്ലതുമാണെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അജ്ർ പ്രതീക്ഷിച്ചുകൊണ്ട്, പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് അത് മുന്നോട്ട് പോകണം. എന്ത് സംഭവിച്ചാലും ഒരു മുഅ്മിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെയും ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, എല്ലാം ഒരു ഖൈർ മാത്രമാണ്. ഇനസാബത്തുഹു സറാഉ ശക്കർ ഫകാന ഖൈറൻ ലഹു. മുൻകടന്നിട്ടുള്ളത് അള്ളാഹു അവന് നൽകിയിട്ടുള്ള ഉപകാരങ്ങളും ഗുണങ്ങളുമാണോ, അവന് സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണോ? സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളിൽ ആർമാദിച്ചുകൊണ്ട് അഹങ്കാരിയായി തീരുന്നവനല്ല ഒരു മുഅ്മിൻ. നേരെ മറിച്ച് അല്ലാഹുവിന് നന്ദി കാണിച്ചുകൊണ്ട് മുന്നേറുന്നവനാണ്. വല്ല പ്രയാസങ്ങളുമാണ്, ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ക്ഷമിക്കുന്നു, ഉടനെ തന്നെ ക്ഷമിക്കുന്നു. ഫക്കാന ഖൈറല്ല. ക്ഷമ മറ്റെന്തിനേക്കാളും ഖൈറാണ്. അവന് പ്രതിഫലം നൽകുന്നതാണ്, അളവറ്റ പ്രതിഫലം കിട്ടുന്നതാണ്. അങ്ങനെ മുന്നോട്ട് പോകാൻ വലാ തഅ്ജസ്. ഒരിക്കലും തളരരുത്. നിനക്ക് എന്തെങ്കിലും ഒന്ന് ബാധിച്ചാൽ, ജീവിതത്തിൽ നിനക്ക് സംഭവിച്ചു പോയ കാര്യങ്ങളിൽ ഒരു കാര്യത്തെക്കുറിച്ചും നീ ലൗ അന്നി ഫഅൽതു കദാ ലകാന കദാ എന്നൊരിക്കലും നീ പറയരുത്. ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു, ഞാനത് ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. അതില്ല. കഴിഞ്ഞു പോയൊരു കാര്യത്തെ സംബന്ധിച്ച് ഇനി അത് തിരിച്ചെടുത്തിട്ട് എനിക്കിങ്ങനെ ചെയ്യാമായിരുന്നു, അങ്ങനെ ഒരു പരിപാടി ഇല്ലല്ലോ. എല്ലാരെയും ഈ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് പിടിച്ചു നിർത്തുന്നത് ഇതാണ്, പിടിച്ചു വലിക്കുന്നത്, പിന്നോട്ട് വലിക്കുന്നത്. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു. നീ അങ്ങനെ ചെയ്തിട്ടുമില്ല, ഇനി നീ അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല. നീ ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു, സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞു. ഇതാണ് സാമാന്യ ബുദ്ധിയിൽ പോലും തെളിയുന്ന കാര്യം. എന്നിരിക്കെ പഴയതിനെ ഓർത്തിട്ട് ഇങ്ങനെ പറയാം, ലൗ അന്നി ഫഅൽതു കദാ ലകാന കദാ. ഞാനത് അങ്ങനെ അന്ന് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആയേനെ. അങ്ങനെ നീ ചെയ്യാൻ പോകുന്നില്ല, ഇങ്ങനെ ആകാൻ പോകുന്നില്ല. അള്ളാഹു അറിഞ്ഞതും അവൻ രേഖപ്പെടുത്തിയതും അവന്റെ മശീഅത്ത് പ്രകാരം സംഭവിച്ചതും സംഭവിച്ചു കഴിഞ്ഞു, മാറാൻ പോകുന്നില്ല. റുഫിഅത്തിൽ അഖ്ലാമു വജഫത്തിസ് സുഹുഫ്. പേനകളെല്ലാം ഉയർത്തപ്പെട്ട് കഴിഞ്ഞു, രേഖപ്പെടുത്തപ്പെട്ട ആ താളുകളുടെ മഷി ഉണങ്ങിക്കഴിഞ്ഞു. ഇനി അവിടെ നിന്ന് ഒന്നും തെറ്റാൻ പോകുന്നില്ല, നീ ഒന്നും വേറെ ചെയ്യാൻ പോകുന്നില്ല. ആ വാക്കാണ് സൂക്ഷിക്കേണ്ടത്. ഫഇന്ന ലൗ തഫ്തഹു അമല ശൈത്താൻ. ശൈത്താന് പണിയെടുക്കാനുള്ള വാതില് തുറന്നു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വാക്കിന്. എങ്കിൽ, അങ്ങനെ ആയിരുന്നെങ്കിൽ, ഇങ്ങനെ ആയിരുന്നെങ്കിൽ, ആ എങ്കിലിനുള്ള പണി. ആ ഒരു എങ്കിൽ, ആ നെഗറ്റീവ് എങ്കിലാണ് മനുഷ്യന്റെ ജീവിതത്തെ മുഴുവൻ തകർക്കുന്നത്. ഒന്നുമില്ല. യഹ്രിസ് അലാ മാ യൻഫഉക വസ്തഇൻ ബില്ലാഹ്. നിനക്ക് ഉപകാരമുള്ളതിന്മേൽ നീ സ്റ്റിക്ക് ഓൺ ചെയ്തോ, അതിന്മേൽ നീ മുറുകെ പിടിച്ചോ, അതിന്മേൽ നീ മുന്നോട്ട് പോയിക്കോ, അതിന്മേൽ നീ താല്പര്യം കാണിക്കുകയും അതിലൂടെ നീ മുന്നോട്ട് പോവുകയും ചെയ്യുക. വസ്തഇൻ ബില്ലാഹ്. സഹായം അള്ളാന്റെ അടുക്കൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കണം. അള്ളാഹുവിൽ മാത്രം കാര്യങ്ങൾ തവക്കുലാക്കണം. വലാ തഅ്ജസ്. നീ ഒരിക്കലും തളരരുത്. നീ ചെയ്തു പോയൊരു കാര്യത്തെക്കുറിച്ച് ഒരിക്കലും പറയരുത് ലൗ അന്നി ഫഅൽതു കദാ ലകാന കദാ.
ഇതാണ് നിളാമുത് തൗഹീദ്. അൽ ഖദറു നിളാമുത് തൗഹീദ്. ഈ ഈമാൻ നേരെയായാൽ തൗഹീദ് നേരെയായി. ഇത് നേരെയായിട്ടില്ലെങ്കിൽ തൗഹീദ് തന്നെ തകർന്നു പോവുകയും ചെയ്യും. ആളുകളിൽ അധികം ആളുകളുടെയും വിശ്വാസത്തെ തകർത്ത് കളയുന്നത് ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള ഉറപ്പില്ലായ്മയാണ്. എല്ലാം താറുമാറാക്കും, ജീവിതം മൊത്തം താറുമാറാക്കും. അതുകൊണ്ടാണ് ഈ വാക്ക് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചു. അൽ ഖദർ നിളാമുത് തൗഹീദ്. അൽ ഖദർ നിളാമുത് തൗഹീദ്. فأسأل الله العظيم رب العرش العظيم أن يتولانا جميعا في الدنيا والآخرة وأن يجعلنا من الهداة المهتدين غير ضالين ولا مضلين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. الحمد لله رب العالمين.